അപ്പം നമ്മൾ സാധാരണ നിലയിൽ നമ്മളുടെ ഒരു ശരിയായ നമ്മളെ വിലയിരുത്തേണ്ട ആളുകളിൽ ഒരാൾ അധ്യാപകരാണ്. ഇപ്പം എസ് കെ എൻ ഈ തിരക്കിനിടയിൽ അത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? സഹപ്രവർത്തകർ, സഹപാഠികൾ, അധ്യാപകർ. ഗോപി, ഞാൻ മാത്രമല്ല, എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നൊരു ഫിലോസഫി, വയസ്സുകാലത്തായി ബുദ്ധി ഉദിച്ചത് കേട്ടോ. ഈ കൊണ്ടു നടക്കുന്നൊരു ഫിലോസഫി എന്താണെന്ന് അറിയുമ്പം നമുക്ക് ഒരു മേൽവിലാസവും ഇല്ല. എന്നുവെച്ചാൽ കത്തയച്ചാൽ കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് കൃത്യമായിട്ട് എഴുതിയും പിൻകോഡ് എഴുതിയും ചെയ്താൽ മാത്രം കത്ത് കിട്ടുന്നൊരു കാലം ഉണ്ടല്ലോ. ആ കാലത്ത് നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ചില ആൾക്കാരുണ്ട്. ആ ആളുകളെ എന്ന് പറയുന്നത് ഇപ്പോഴും അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. മാത്രമല്ല അവർ ചിലപ്പോൾ പറയുന്നത് നാട്ടിൽ വന്നൊരു ബാർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ, നമ്മൾ പോവും, കത്തിരിയൊക്കെ കാണിച്ച് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരും. ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നോ? ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നോ? അല്ല അല്ല. ഞാനൊരു കാര്യം പറഞ്ഞു. അതായത് എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സഹപ്രവർത്തകർ, ഒരാൾ അധ്യാപകനായിരുന്ന ഒരാൾ ഗസ്റ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തപ്പോൾ അതിനുശേഷം എസ് കെ അയാളോട് പറഞ്ഞു, നമ്മുടെ അധ്യാപകനാണ്, ഒരിക്കലും അങ്ങനെ അല്ല. ഗോപി, അത് എന്നെ അത്ഭുതപ്പെടുത്തി എന്താ അറിയോ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കലും നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നത്തില്ലത്. ആഷ്മി എന്നെ പഠിപ്പിച്ച ആഷ്മി സാറിനെ നമ്മൾ പറയാം, അല്ല ആഷ്മി മാഷ് എന്നേ നമ്മൾ പറയാം. അല്ല നമുക്ക് ഇപ്പോൾ ഞാനത് ആൾക്കാർ തള്ളുവാണെന്ന് പറയും. അല്ല, നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ ഈയിടയ്ക്ക് അദ്ദേഹം ആലത്തൂരിലേക്ക് യാത്രയാകുമ്പോൾ എന്നെ ഫോൺ ചെയ്തായിരുന്നു. അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസം കിട്ടാനൊക്കെ ആയിരിക്കും, സന്തോഷത്തിന്. മാഷേ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമാ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ മന്ത്രിയെ നമ്മൾ കണ്ടതല്ലേ. ഒരിക്കലും രാധാകൃഷ്ണൻ്റെ വായിന്ന് ശ്രീകണ്ഠൻ നായർ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നുമല്ലത്. അത് രാധാകൃഷ്ണ വലിപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു വിദ്യാർത്ഥിയായി ഒരിക്കലെങ്കിലും ഒരാളുടെ ക്ലാസ് മുറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പറ്റത്തില്ല. ഈ ആള് അതങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാര്യം ഞാൻ പോലും അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ വിലക്കി, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പോട്ടെ, അദ്ദേഹം നമ്മൾ അല്ലല്ല, ഞാനത് ഒരു സന്ദർഭവശാൽ ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ സന്ദർഭവശാൽ ചിലതൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും പോയിന്റിലേക്ക് വരികയാണ്. അതായത് ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അധ്യാപകന് താങ്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചെലവണി അങ്ങോട്ടും കിട്ടും. കൊല്ലത്തും കിട്ടും, നോക്കട്ടെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. എൻ്റെ പേര് രാജു. ഞാൻ കൊല്ലം എസ്.എൻ. കോളേജിലെ അധ്യാപകനായിരുന്നു. പോളിറ്റിക്സ് ചരിത്ര വിഭാഗം അധ്യാപകൻ. ഫസ്റ്റ് BA പോളിറ്റിക്സിൽ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനത് പൊളിറ്റിക്കൽ തിയറി എന്ന വിഷയമായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ആ ക്ലാസ്സിൽ വളരെ നോട്ടബിളായിട്ടുള്ള കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന പലരും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ജയദേവൻ SFI, ഹീസ് നോ മോർ. നല്ലതുപോലെ പഠിക്കുന്ന 2 പേര്, ഒന്ന് മജീദ്, പിന്നൊന്ന് ഒരു ശ്രീകണ്ഠൻ നായർ. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ 2 പേർക്കുമാണ് മാത്രമാണ് അന്ന് ഫസ്റ്റ് ക്ലാസ്, MAക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ശ്രീകണ്ഠൻ നായരുടെ താല്പര്യം സാഹിത്യം, മലയാള സാഹിത്യം ആ വിഷയത്തിലോട്ടായിരുന്നു. കാരണം ശ്രീകണ്ഠൻ നായർക്ക് അപ്പസാറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള എനിക്കറിയാം. അപ്പം എൻ്റെ ധാരണ MA കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ ഈ സാഹിത്യ രംഗത്തേക്ക് പോകും, അതിൽ ഷൈൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ശ്രീകണ്ഠൻ നായരോട് എനിക്ക് ഇപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് അന്ന് സാഹിത്യ രംഗത്തേക്ക് പോകാതെ ഈ ജേർണലിസത്തിലേക്കും പത്രപ്രവർത്തനത്തിലേക്കും ഒക്കെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യസന്ധമായ ഒരു ഉത്തരം തരുമോ? അല്ല, എസ് കെ ധാരാളം അങ്ങനെ എഴുതുകയും ചെയ്തിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അല്ലെ, സാഹിത്യമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. രായ് സാറ് എനിക്ക് തോന്നുന്നത് എന്നെ BAക്കും MAക്കും ഒക്കെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. വാഷ്മിക്കും സാറിനും തമ്മിലുള്ള ഏകസാമ്യം നല്ല ഉയരമുണ്ട് സാറിന്. അപ്പോൾ നമുക്കത് എടുത്തു പറയണമല്ലോ. അപ്പോൾ രായ് സാറ് ഒരുപക്ഷെ നമ്മളെ കാണുന്നത്, ഞാനിപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം ഒരു അത്യാവശ്യം നല്ലൊരു ബാക്ക് ബെഞ്ചറായിരുന്നു. മാത്രമല്ല 3rd BAക്ക് എനിക്ക് ഏറ്റവും സങ്കടകരമായൊരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ വലതുവശത്തിരിക്കുന്ന ഒരുവൻ, അവൻ്റെ അച്ഛൻ്റെ പോലീസ് ഓഫീസറാണ്. എൻ്റെ എല്ലാ അഹങ്കാരവും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവന് എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി കൂടെടുത്ത് സാറ് ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെടുത്ത് ഇങ്ങനെ എറിഞ്ഞു. അപ്പോൾ കൂട് സാറിൻ്റെ ഇവിടെ വന്ന് കൊണ്ടപ്പോൾ സാറ് ഞെട്ടി തിരിഞ്ഞു, ആരാടാ എന്ന് വളരെ
വക്രിച്ച മുഖത്തോട് ചോദിച്ചു. ഞാനങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. സാറ് വിചാരിച്ചു ഞാനാ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് സാർ എഴുന്നേക്കടാന്ന് പറഞ്ഞു, പുറത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊണ് കഴിക്കാൻ സമയമായിരുന്നു, കാര്യം ലാസ്റ്റ് പീരീഡാണ്. സൗകര്യമായില്ലെന്ന് ചോദിച്ചാൽ സാറേ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് 4 മാസത്തേക്ക് സാറിനെ ക്ലാസ്സിൽ കയറ്റി. എനിക്ക് ഈ സമയമാകുമ്പോൾ എല്ലാവരോടും പറയും എണീക്ക് നിനക്ക് പോകുന്ന സമയമായി, എണീക്ക് സാറ് വന്നു എന്ന് പറയും. അപ്പം ഞാൻ സാറ് വന്ന അവിടെ എണീറ്റ് കംപ്ലീറ്റ് ഈ ഒരു 4 മാസം പോയി. അവസാനം ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, സാർ എന്നെ ഇറക്കി വിട്ടിരിക്കുക, നിന്നെ ഇറക്കി വിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് കോള അടയ്ക്കാൻ പോകില്ലേ, ഇപ്പോൾ ഇനി എന്നാ ഇനി കയറണ്ടേ എന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ അയാളോട് സംസാരിക്കാമെന്ന് ഈ സാറിനോട് പറഞ്ഞു. ആ സാറ് പറഞ്ഞ് കയറിക്കോളാം. ഞാൻ നോക്കും പിന്നെ 2 ദിവസമേ ഉള്ളൂ കോളേജ് അടയ്ക്കാൻ. അപ്പോൾ ഞാൻ വിളിച്ച് 2 ദിവസം കയറി ഇനി സാറിന് മെനക്കേട ഉണ്ടാക്കേണ്ടത്, ഞാൻ കയറണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി, കാര്യം നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 4 മാസം ഒരു സാറ് വരുമ്പം കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട തലയിലെഴുത്തുള്ളൊരു വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഈ MPhil കോഴ്സിന് പഠിക്കുമ്പോൾ അവിടെ ഫാക്കൽറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൽ സാർ എൻ്റെ സഹപാഠിയായിട്ട് വന്നു അവിടെ. അപ്പോൾ സാറ് ഇങ്ങനെ ഞാൻ ഒരു സെമിനാറിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ സാറ് ഇടയിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ സാറ് ഇവിടെയോ എന്ന് ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ വന്നു പോയി. അപ്പോൾ ഞാനും സാറും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയിട്ട് എന്നോട് ചോദിച്ചു എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. നീ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ ജീവിതത്തിൽ എന്ന് സാർ എന്നോട് പറഞ്ഞു. ഞാൻ സാറേ അത് നമ്മളൊക്കെ ഞാനല്ല സാറേ, അന്നും ഈ ആ കപ്പലിൻ്റെ കൂടെ എടുത്തെറിഞ്ഞ് ഞാനല്ല, എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല സാറിൻ്റെ ആ മുഖഭാവം, അതാ പറ്റിയെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു സാറ് ഇങ്ങനെ ഒരു ക്ഷമ ചോദിക്കുന്നതിന് സാർ ഒരിക്കലും ചെയ്തത്, സാറത് ചെയ്തത് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഒരു അധ്യാപകനെ അങ്ങനെ അനാദരവ് കാണിക്കാൻ പാടില്ല. ഞാൻ ആ പോലീസുകാരൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ കാണിക്കരുത്. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ വലിയ അനുഭവം. അപ്പം ഞാൻ പറയാൻ വന്നത് ഈ രാജു സാർ ആരാന്ന് നമുക്കൊന്ന് അറിയണ്ടേ. പ്രേക്ഷകർ ചിലപ്പോൾ കാര്യം സാറ് SN കോളേജിൽ നിന്നൊക്കെ വിരമിച്ചിട്ട് സാറ് വിശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊന്ന് കാണാം. രാജു സാർ അത്യാവശ്യം എഴുത്തുമൊക്കെ ഉണ്ട്, അതാണ് സർഗ്ഗവാസന. എന്നെയും കൂടെ അതിനകത്ത് തള്ളിയിടാൻ ശ്രമിച്ചു. ഓക്കെ പ്ലേ. അപ്പോൾ രാജസ്ഥാൻ്റെ ഈ പുസ്തകം ഈഴവരുടെ അഭിജാത വംശപാരമ്പര്യം മയ്യനാടിൻ്റെ കാൽപ്പാടുകൾ. ഈ പുസ്തകത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി രചിച്ച മലയാളത്തിലെ ഏറ്റവും വലിയ കുടുംബ വിവരണ ഗ്രന്ഥം എന്ന നിലയില്ല അംഗീകാരം. 30,000 കുടുംബങ്ങളുടെ വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിലുണ്ടല്ലോ ഗോപി, എനിക്ക് കൊല്ലം കോളേജിൽ പഠിക്കുമ്പം ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നു, പിന്നീട് അടുപ്പം ഉണ്ടായത് അപ്പൻ സാറാണ്, KP അപ്പൻ, ശക്തനായ സാറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാഹിത്യത്തിലോട്ട് വരണം എന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ കാക്കനാടനും ഒക്കെ കൊല്ലത്ത് ഇരുന്ന് എഴുതുമല്ലേ, അപ്പം നമുക്കും കാക്ക നാടൻ പറയുന്നു, നാടൻ കഥ പറയുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കൊട്ടാരക്കര പോലീസുകാരെ ഒരിക്കൽ കാക്കനാടനെ മദ്യപിച്ച് വഴിയിൽ വെച്ച് ഇന്ന് അറസ്റ്റ് ചെയ്തു. അവർക്ക് അറിയത്തില്ല ഇത് എഴുത്തുകാരനാണെന്നൊക്കെ. അപ്പോൾ പേരെന്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാക്കനാട, നിൻ്റെ പേര് പറയടാ, നിൻ്റെ കാക്കയുടെ നാടൻ കഥ നീ പറയണ്ട എന്ന് പോലീസുകാരൻ അങ്ങോട്ട് പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെയും ഇത് കാക്കനാടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാക്കനാടൻ്റെയൊക്കെ എഴുത്തിൽ ഒരു പ്രത്യേക അദ്ദേഹത്തിൻ്റെ 7-ാം മുദ്ര, വേരുകൾ ഇങ്ങനെയൊക്കെ പറയുന്ന ചില നോവലുകളൊക്കെ വായിച്ച് നമുക്കൊരു എഴുത്തുകാരനായാലോ എന്ന് തോന്നിയിരുന്നു. അപ്പൻ സാറ് അദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തന്നു. അപ്പോൾ മനസ്സിലായി നമുക്ക് ഈ പരിപാടി പറ്റത്തില്ല. ഓക്കെ, സാഹിത്യ വാസനയും സാഹിത്യ ബന്ധം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, പിന്നെ ധാരാളം എഴുതിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കഥകൾ, അനുഭവങ്ങൾ ഒരുപാട് എഴുതി, 1-2 സിനിമയൊക്കെ എഴുതി. അതിനുശേഷം നിർമ്മാതാവ് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ ആ ഒരു ഓക്കെ ഗോപി, അപ്പൊ നമുക്കൊരു സാഹിത്യത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. കാര്യം നമ്മളിപ്പോ രാഷ്ട്രീയമാംസ പഠിച്ചുകൊണ്ട് സാഹിത്യത്തിലായിക്കൂടാ. ആ സാഹിത്യം ഈ ആങ്കറിംഗിൽ പയറ്റുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഈ യഥാർത്ഥത്തിൽ ഈ ആകാശവാണി ജീവിതവും സാഹിത്യമൊക്കെ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ചിലപ്പം നമ്മുടെ വിജയകുമാർ നമ്മളീ റിപ്പോർട്ടിങ്ങിനൊക്കെ അയക്കുമ്പോൾ ചില സാഹിത്യം പയറ്റും. അപ്പോൾ ഞാൻ ഫ്ലോറിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടൊരു പയറ്റ് ഞാൻ തിരിച്ചു പയറ്റുന്ന ഈ സാഹിത്യം പുറത്തെടുത്താൽ വലിയ പാടാ വിജയനെയൊക്കെ ഡീൽ ചെയ്യാൻ. ഒരു ബ്രേക്ക് പറയാം, ഇടവേള.